ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുള്ളായി ആഘോഷിക്കാം. സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT മുഹമ്മദ് ഇക്ബാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പയിന്റെ ഭാഗമായി വാർഡ് തലത്തിൽ സംഘാടക സമിതി രൂപവൽക്കരിച്ച് പ്രവർത്തിക്കാനും ഒക്ടോബർ 2-നകം മുഴുവൻ വീടുകളിലും ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും തീരുമാനമായി. 2025 മാർച്ച് 30-ന് കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തല സംഘാടക സമിതി യോഗം ചേർന്നു. 2025 മാർച്ച് 30-നകം പൂർത്തീകരിക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് മാലിന്യമുക്തം നവകേരളം ജില്ലാ ക്യാമ്പയിൻ കോർഡിനേറ്റർ ബീന സണ്ണി, മാലിന്യ സംസ്കരണത്തിൽ ഗ്രാമപഞ്ചായത്ത് കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ച് കില ജില്ലാ ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ എന്നിവർ ക്ലാസ് എടുത്തു. ഇലക്ട്രോണിക്സ് മാലിന്യം പോലെയുള്ള മറ്റു മാലിന്യങ്ങളെ ഇപ്പോൾ നമ്മൾ തൽക്കാലം അജൈവ മാലിന്യത്തിന്റെ ലിസ്റ്റ് പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ജൈവ മാലിന്യം അതാണ് ഗ്യാപ്പ്. ഇപ്പോൾ ആകെ എത്ര വീടുണ്ട്, ഇവിടുത്തെ രജിസ്റ്ററിലുണ്ട്, കെട്ടിട നമ്പർ ഇട്ട രജിസ്റ്റർ, ആ നമ്പറിൽ എത്ര കെട്ടിടമുണ്ട്, അവിടെ മുഴുവൻ അവിടെ ഉണ്ടാകുന്ന അഴുകുന്ന മാലിന്യങ്ങൾ പച്ചക്കറിയുടെ വേസ്റ്റ് ആവാം, അല്ലെങ്കിൽ മീനിന്റെ ബാക്കിയാവാം, ഇറച്ചിയുടെ ബാക്കിയാവാം, ഇങ്ങനെ ഭക്ഷണത്തിന്റെ ബാക്കിയാവാം, സ്കൂളാണെങ്കിൽ ചോറിന്റെ ബാക്കിയാവാം, കഞ്ഞിവെള്ളമാകാം, അങ്ങനെ അഴുകുന്ന സാധനങ്ങൾ 12 മണിക്കൂറിലേറെ പുറത്തു വെച്ചാൽ എന്താ അതിന്റെ സ്ഥിതി? ഇപ്പൊ നമ്മളൊരു ബിരിയാണി വാങ്ങിയിട്ടുണ്ട്, ഈ മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്, നമ്മുടെ വായിലൊക്കെ വെള്ളം ഊറും. ഒരു ദിവസം ആ ബിരിയാണി തൊടാതെ വെച്ചാൽ പിന്നെ ബിരിയാണി നിങ്ങൾ ആരെങ്കിലും കഴിക്കോ? എന്താ കഴിച്ചാൽ കുഴപ്പം? എന്താണ് കഴിക്കാത്ത ആൾക്കാര്? എന്താണ് കഴിക്കാത്തത്? അതിനൊരു അഴുകിയ മണം വരും അല്ലേ? അത് വിഷമായി മാറി. നമ്മൾ ബ്രെഡ് വാങ്ങുമ്പോൾ, നമ്മൾ ചപ്പാത്തി വാങ്ങുമ്പോൾ, നമ്മൾ പൊറോട്ട വാങ്ങുമ്പോൾ, നമ്മൾ പത്തിരി വാങ്ങുമ്പോൾ, നമ്മൾ മരുന്ന് വാങ്ങുമ്പോൾ, ഓയിൻമെന്റ് വാങ്ങുമ്പോഴൊക്കെ അതിന്റെ പുറകിലെ എക്സ്പയറി ഡേറ്റ് നോക്കും. ഇതിനാണത്. ആ ഡേറ്റ് കഴിഞ്ഞ പിറ്റേന്ന് അത് പോയ്സണായി മാറും. ജൈവമാലിന്യാണെങ്കിൽ അതിൽ നിന്ന് മീഥൈൻ ഉൾപ്പെടെയുള്ള വിഷവാതകങ്ങൾ പുറത്തേക്ക് വരും, കഴിക്കാൻ പാടില്ല. അപ്പൊ അത് എത്രയും പെട്ടെന്ന് വളമാക്കി മാറ്റാനുള്ള പ്രക്രിയയിലേക്ക് നീങ്ങണം. ഇതിന്റെ ഭാഗമായി വാർഡ് തല സംഘാടക സമിതികൾ രൂപീകരിച്ച പ്രവർത്തനം ശക്തമാക്കാനും ഒക്ടോബർ 2 മുഴുവൻ വീടുകളിലും പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും അണിനിരത്തി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന അജിത് പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡംഗങ്ങളായ AK യൂസഫ് ഹാജി, V ശശിധരൻ, അജിത ആലിക്കൽ, P ഹിഷാം, ആയിഷ, റീജ മംഗലത്തോടി, അസിസ്റ്റന്റ് സെക്രട്ടറി CR അനിൽകുമാർ, VO KP മിഥുൻ, IRTC കോർഡിനേറ്റർ P അൻഫാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ.